ഈ ക്ലൗഡിന് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? അതെ, നമ്മൾ മണി ബാങ്ക് ഉണ്ടാക്കിയ അതേ ക്ലൗഡ് തന്നെയാണ് ഈ ക്ലൗഡും. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഉണ്ടാക്കുന്നത് മണി ബാങ്ക് അല്ല. സത്യം പറഞ്ഞാൽ ഈ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ എന്റെ മനസ്സിലൊരു ഡിസൈൻ ഉണ്ടായിരുന്നേ, പക്ഷെ ചെയ്ത് വന്നപ്പോൾ ഡിസൈൻ മാറി. അതായത് വിചാരിച്ചതൊന്നും കിട്ടിയത് വേറൊന്നും. പക്ഷെ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിടാ കിട്ടിയത്. നമ്മളെ ക്ലൗഡിന്റെ ഫേസ് എന്തോ ഒരു പോലെ ആയിപ്പോയടാ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, വിചാരിച്ചതൊന്നും കിട്ടിയത് വേറൊന്നും. ആ വിചാരിച്ചത് കിട്ടാത്തതിന്റെ ഒന്നാമത്തെ കാരണം ദാ ഈ ക്ലൗഡിന്റെ ഫേസ് ആണ്. രണ്ടാമത്തെ കാരണം നേരത്തെ കണ്ട ആ മഴത്തുള്ളി വെച്ച് നോക്കുന്നത്, അതെനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ ഡിസൈൻ മാറ്റിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ കട്ട് ചെയ്ത് വന്നതിന്റെ കോലം നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ അത് മറച്ചു വെക്കാനായിട്ട് നൂല് കൊണ്ട് നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ തന്നെ എനിക്ക് ഭയങ്കര ഒരു നല്ല ഭംഗി തോന്നി. ഇനി നമ്മളിതാ ഈ നൂല് വെച്ചിട്ട് ഇങ്ങനെ 3 സെപ്പറേറ്റ് ഭാഗങ്ങളാക്കിയിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എത്ര നീളം ആവശ്യമുണ്ടോ അത്ര നീളത്തിൽ എടുത്തിട്ട് ചെയ്താൽ മതിയേ. അപ്പൊ നമ്മളെ ഹാങ്ങിങ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ 3 സ്ഥലത്തായിട്ട് ഒരു സാധനം വെച്ചു കൊടുക്കണം. ആ സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ചുറ്റി എടുത്തിട്ട് അന്ന് ബോൾ പോലെ ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തില്ലേ, അപ്പൊ അതുപോലെ ബോൾ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കലാണ് നമ്മുടെ പണി. എന്നിട്ട് ഇതാ ഇതുമല്ല അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ചെറിയൊരു ഡെസ്ക് മേക്ക് ഓവർ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ അതുമേൽക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ക്ലൗഡിന് കാണാൻ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ശരി, ടാറ്റാ ബൈ.